ഹലോ, മെട്രിസസിൽ നിന്നും 2025 JEE മെയിലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ബി എ 3/3 റിയൽ മെട്രിക്സ് സച്ച് ദാറ്റ് എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് 2i മൈനസ് 4 ഇൻറ്റു എ മൈനസ് ഐ ഈക്വൽ ടു ഒ, വേർ ഐ ആൻഡ് ഒ ആർ ദി ഐഡൻറ്റിറ്റി ആൻഡ് നൾ മെട്രിക്സസ്. ഐ എന്താണ്? ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സും ഒ നൾ മെട്രിക്സും ആണ്. ഇഫ് എ പവർ 5 ഈക്വൽ ടു ആൽഫ എ സ്ക്വയർ പ്ലസ് ബീറ്റ എ പ്ലസ് ഗാമ ഐ, വേർ ആൽഫ ബീറ്റ ആൻഡ് ഗാമ ആർ റിയൽ കോൺസ്റ്റൻസ്, ദെൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എ പവർ 5 ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ആൽഫ എ സ്ക്വയർ പ്ലസ് ബീറ്റ എ പ്ലസ് ഗാമ ഐ, ഇതിൽ നിന്നുള്ള ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എ പവർ 5 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന നോക്കിയേ, ഇത് വെച്ചിട്ടാണ് നമുക്ക് എ പവർ 5 എത്തേണ്ടത്. അപ്പം ഞാൻ ഇതൊന്ന് മാറ്റി എഴുതാവേ. എ ക്യൂബ് മൈനസ് 2a സ്ക്വയർ മൈനസ് 4a മൈനസ് 4i ഈക്വൽ ടു ഒ. ഇതിൽ നിന്ന് ഞാൻ എ ക്യൂബ് കണ്ടുപിടിക്കാം. എ ക്യൂബ് ഈക്വൽ ടു 2a സ്ക്വയർ പ്ലസ് 4a പ്ലസ് 4i. സോറി, ഇവിടെ എന്താണ്? ഇവിടെ പ്ലസ് 4i ആണ്. അപ്പം 4a മൈനസ് 4i എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി എ പവർ 4 കണ്ടുപിടിക്കാം. ഈക്വൽ ടു 2a ക്യൂബ് പ്ലസ് 4a സ്ക്വയർ മൈനസ് 4a. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈക്വൽ ടു എ ക്യൂബിന് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 2a സ്ക്വയർ പ്ലസ് 4a മൈനസ് 4i പ്ലസ് ബാക്കി ഇത് അല്ലേ 4a സ്ക്വയർ മൈനസ് 4a. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഈക്വൽ ടു 2 ഇൻറ്റു 2 4a സ്ക്വയർ പ്ലസ് 4a സ്ക്വയർ 8a സ്ക്വയർ, 2 ഇൻറ്റു 4 8a മൈനസ് 4a പ്ലസ് 4a, 2 ഇൻറ്റു മൈനസ് 4 മൈനസ് 8i. അപ്പം എ പവർ 4 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ പവർ 5 കണ്ടുപിടിക്കാം. എ പവർ 5 ഈക്വൽ ടു 8a ക്യൂബ് പ്ലസ് 4a സ്ക്വയർ മൈനസ് 8a ഈക്വൽ ടു 8 ഇൻറ്റു എ ക്യൂബിന് പകരം ഇത് കൊടുക്കാം. 2a സ്ക്വയർ പ്ലസ് 4a മൈനസ് 4i ബാക്കി ഇത് പ്ലസ് 4a സ്ക്വയർ മൈനസ് 8a ഈക്വൽ ടു 8 ഇൻറ്റു 2 16a സ്ക്വയർ പ്ലസ് 4a സ്ക്വയർ 20a സ്ക്വയർ, 8 ഇൻറ്റു 4 32a മൈനസ് 8a പ്ലസ് 24a മൈനസ് 32i. എ പവർ
5 കിട്ടി. ഇനി നോക്കിയേ, ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഈക്വൽ ടു 20, ബീറ്റ ഈക്വൽ ടു 24 ആൻഡ് ഗാമ ഈക്വൽ ടു -32. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു എന്ത് വരും? 20 പ്ലസ് 24 -32 ഈക്വൽ ടു 12. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ?